ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. എസ്പെഷ്യലി അൾട്ടോ 800 വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ടിപ്പ് നമ്മൾ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഉപയോഗിക്കണില്ല എന്നുണ്ടെങ്കിൽ അൾട്ടോ 800 വാഹനം നിങ്ങളുടെ ആരെങ്കിലും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, എസ്പെഷ്യലി സ്പെക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലെ ആ ഒരു രാത്രി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ എന്തായാലും ഒരു ഓറഞ്ച് ലൈറ്റിങ് വരും. ആ ഒരു ലൈറ്റിങ് നമ്മൾ സ്പെക്സിൽക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വാഹനങ്ങൾ ഹൈ ബീമൊക്കെ അടിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇതുപോലെ ആയിരിക്കും. ഇതിൽ നമുക്ക് ഇങ്ങനെ കിലോമീറ്റർ കാണിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യണ ഒരു ബട്ടൺ കാണാൻ പറ്റും. നമ്മൾ ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രിപ്പ് എ വരും, പിന്നെ ട്രിപ്പ് ബി വരും, പിന്നെ അതുപോലെ തന്നെ ടൈം വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഡോട്ട്സ് കാണാൻ പറ്റും. ഈ ഡോട്ട്സ് ആണ് നമ്മൾ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഫംഗ്ഷനിലാണ് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ഈ ഒരു ബ്രൈറ്റ്നെസ് എടുക്കുക, എന്നിട്ട് നമ്മൾ ഈ ഒരു ബട്ടണ് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ അതിങ്ങനെ കുറയണത് കാണാൻ പറ്റും. ഇപ്പോൾ 2 ആയി, അപ്പോൾ അത് 1 ആയി, കണ്ടോ നന്നായിട്ട് കുറഞ്ഞു. ഇനി നേരെ പിന്നെയും പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നേരെ ബ്രൈറ്റ്നെസ് കൂട്ടാനുള്ളൊരു ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. അതായത് ഇപ്പോൾ ബ്രൈറ്റ്നെസ് ഏറ്റവും ഹൈയിലാണ് നിൽക്കുന്നത്. ഈ ലോയിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ നല്ല കിടിലൻ ടിപ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ടിപ്സ് ഓഫ് ഫാസ്റ്റ് സെല്ലർ എന്ന പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ.